കുട്ടികളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജൂൺ 5 പരിസ്ഥിതി ദിനത്തെക്കുറിച്ചാണ്. 2024 പരിസ്ഥിതി ദിന ആതിഥേയ രാജ്യം ഏത്? സൗദി അറേബ്യ. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ച വർഷം 1973. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് മേധാ പട്കർ. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പ്രൊഫസർ ആർ മിശ്ര. 1973 പരിസ്ഥിതി ദിന സന്ദേശം എന്ത്? ഒരു ഭൂമി മാത്രം. ആധുനിക പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന വിഖ്യാതമായ പരിസ്ഥിതി ഗ്രന്ഥം രചിച്ചതാര്? റേച്ചൽ കാഴ്സൺ. നിശബ്ദ വസന്തം എന്ന ഈ ഗ്രന്ഥം പരിസ്ഥിതി സ്നേഹികളുടെ ബൈബിൾ എന്നറിയപ്പെടുന്നു. ഇത് രചിച്ചത് 1962. ഭൗമദിനമെന്ന്? ഏപ്രിൽ 22. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള ജില്ല? കണ്ണൂർ. ആമസോൺ മഴക്കാടുകൾ ഏത് രാജ്യത്താണ്? ബ്രസീൽ, തെക്കേ അമേരിക്ക. ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരം എവിടെയാണ്? പറമ്പിക്കുളം, പാലക്കാട്. മണ്ണിനെക്കുറിച്ചുള്ള പഠനം പെഡോളജി. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് MS സ്വാമിനാഥൻ. 2023 സെപ്റ്റംബർ 28 ഇദ്ദേഹം അന്തരിച്ചു. കീടനാശിനിയായി ഉപയോഗിക്കുന്ന ഔഷധ സസ്യമേത്? ആര്യവേപ്പ്. സസ്യങ്ങൾക്ക് ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാര്? JC ബോസ്. ഇന്ത്യൻ പരിസ്ഥിതി സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1986. ലോക വനദിനം മാർച്ച് 21. ലോക ജലദിനം മാർച്ച് 22. നർമ്മദാ ബച്ചാവോ ആന്തോളൻ സമരനായിക മേധാ പട്കർ. ചിപ്കോ പ്രസ്ഥാന നായകൻ സുന്ദർലാൽ ബഹുഗുണ. പരിസ്ഥിതി പ്രസ്ഥാനങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന പ്രസ്ഥാനം ചിപ്കോ പ്രസ്ഥാനം. ജൈവ കൃഷിയുടെ ഉപജ്ഞാതാവ് ആര്? മസനോബു ഫുകുവോക്ക. പരിസ്ഥിതി സംരക്ഷണം എന്ന ആശയം ആദ്യമായി ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ രാഷ്ട്രം റഷ്യ. ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആര്? ഡോക്ടർ സലീം അലി. ഇന്ത്യയിലെ ആദ്യ ഇക്കോ ടൂറിസം? തെന്മല, കൊല്ലം. താങ്ക്സ് ഫോർ വാച്ചിങ്. Please like and subscribe.